ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, യഹോവയുടെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ നമുക്ക് കഥാവായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് സ്തുതിയോടെ, സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കുവാനായി കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഞങ്ങളിന്ന് പ്രഭാതത്തിലും അവിടുത്തെ സന്നിധിയോട് അടുത്ത് വരുന്നു. അങ്ങ് സ്നേഹമുള്ളതിനായിരിക്കുന്ന ദൈവം, നമ്മുടെ ദൈവം സ്നേഹം തന്നെ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്നള്ളി ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം കർത്താവെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ അറിയുവാൻ അവിടെ ഇടവരുത്തണമേ. അപ്പം ഒരു പുരുഷൻ്റെ ദൈവമേ അരയോട് അരക്കച്ച പറ്റിയിരിക്കുന്നത് പോലെ, ഒരു അമ്മയുടെ മാർവിൽ ഒരു കുഞ്ഞ് പറ്റിയിരിക്കുന്നത് പോലെ ദൈവത്തോട് പറ്റിയിരിക്കുവാൻ ദാഹിക്കുന്ന ഒരു തലമുറയാക്കി അവിടുന്ന് ഞങ്ങളെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഈ ലോകത്തിലെ പല വിഷയങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റിക്കളയുവാൻ പിശാച് ദൈവമേ കെണി വച്ച് വല വിരിച്ചതുപോലെ പല പ്രലോഭനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുവാൻ നോക്കുമ്പോഴും കർത്താവേ, വചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹത്തിൽ ദൈവമേ ദൈവത്തോട് അടുത്തിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഭക്തന്മാർ ദൈവത്തോട് കൂടെ നടന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. യഹോവ അവനെ എടുത്തു കൊണ്ടതാകിയാൽ പിന്നെ അവനെ കണ്ടില്ല എന്ന് വചനത്തിൽ വായിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവേ, ദൈവത്തോട് ഉള്ള ഭക്തിയിൽ ഞങ്ങളെ അധികം മുതിർന്നു വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവമേ, ഇതൊരു ദുഷ്കാലമായിരിക്കാൽ കർത്താവെ, പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ട എന്ന് കർത്താവെ അവൻ ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ അപ്പച്ച പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, സദാ ജാഗരിച്ചു കൊണ്ടിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഒരുക്കമുള്ള ഒരു ആത്മാവിനെ അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ദൈവമേ, ദൈവമോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ദുഷ്ടൻ്റെ കരങ്ങളിൽ അകപ്പെടാതെ വണ്ണം വിടുവിക്കുമെന്ന് തെസലോനിക്കക്കാർക്ക് ദൈവമേ പൗലോസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വിശ്വസ്തത ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാനായി പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ, ഞങ്ങളെയും ദൈവമേ ഞങ്ങളുടെ തലമുറകളെയും വിഴുങ്ങുവാൻ, വീഴിക്കുവാൻ, നശിപ്പിക്കുവാൻ ദുഷ്ടനിട്ടിരിക്കുന്ന എല്ലാ പദ്ധതികളെ അവിടെ നിന്ന് പകൽക്കാലം ദൈവമേ അതിനെ തകർത്ത് കളയണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവമേ, വാക്കാലുള്ള ബന്ധനങ്ങൾ കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തി മുഖേന വന്നിരിക്കുന്ന ഞങ്ങളുടെ ചിന്തകളിലുള്ള ദൈവമേ കോട്ടങ്ങൾ, കുറവുകളെ ഒക്കെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ അവിടെ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എല്ലാ ദൈവമേ ആഭിചാര ബന്ധനങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ദൈവമേ ഇന്ന് പകൽക്കാലവും ഞങ്ങളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ദേശത്ത് അന്യാരാധനകൾ ഉയരുമ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ ആരാധനാ ശബ്ദം ഉയരുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഓരോ ആഴ്ചയിൽ സഭായോഗങ്ങൾ മുടക്കാതിരിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. കാൽവരിയിൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്ത് തന്നു എന്ന് ദൈവമേ അറിയുവാൻ തക്കവണ്ണം വചനം ദൈവമേ പഠിക്കുവാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് പകൽക്കാലവും കർത്താവെ ഓരോ കുടുംബങ്ങളും അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളെ ദൈവമേ ദൈവകരങ്ങളിലേക്ക് തരുന്നു. അവരുടെ സന്തോഷങ്ങളിൽ കർത്താവെ അവിടെ നിന്ന് കൂടെ നിൽക്കണമേ. അവരുടെ സങ്കടങ്ങളിൽ അവിടെ നിന്ന് തുണയായിരിക്കണമേ. അവർക്ക് ദൈവമേ ആപത്തുകൾ, അനർത്ഥങ്ങൾ വരാതെ വണ്ണം ദൈവികമായിരിക്കുന്ന ഒരു സംരക്ഷണം കർത്താവെ ഓരോ കുടുംബങ്ങളിലും ദൈവമേ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൂതന്മാരെ അവിടെ നിന്ന് അയക്കണമേ കർത്താവെ. ചില ഭവനങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ഇടപെടുവാൻ ദൈവത്തിൻ്റെ വചനത്തെ അവിടെ നിന്ന് അയക്കണമേ. ഹല്ലേലൂയ കർത്താവെ, ദൈവമേ ഇവർക്കായി ദൈവം സംസാരിക്കണമേ. രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു കർത്താവെ. അവിടെ നിന്ന് അതിനെ ഇഷ്ടമുള്ളിടത്തേക്ക് തിരിച്ചുവിടുന്നുവെന്ന് വചനത്തിൽ പറയുന്നതിനാൽ കർത്താവെ, ചില വിഷയങ്ങളിൽ ചില അധികാരികളോട് അവിടെ നിന്ന് ഈ കുടുംബങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമേ. ചില ഓഫീസുകളിൽ അവിടെ നിന്ന് സംസാരിക്കണമേ. ഗവൺമെൻറ് തലത്തിൽ കർത്താവെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവിടെ നിന്ന് ഇടപെടണമേ. സ്കൂളിൽ കർത്താവെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവമേ അധ്യാപകരോട് അവിടെ നിന്ന് ഇടപെടണമേ. നന്നായി കുഞ്ഞുങ്ങളെ ദൈവമേ പഠിപ്പിക്കുന്ന ദൈവമേ നല്ല അധ്യാപകർ ഇവർക്കുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ചില കുഞ്ഞുങ്ങൾക്ക് എക്സാമിന് ഭയമാണ്, സ്കൂളിൽ പോകുവാൻ അവർക്ക് പേടിയാണ്, മടിയാണ് കർത്താവെ. അതിൻ്റെ പിന്നിലൊക്കെയുള്ള കാരണങ്ങൾ കണ്ടെത്തി അതിൽ നിന്ന് പുറത്തു വരുവാൻ അങ്ങ് സഹായിക്കണമേ. ചില കുടുംബ ഭിന്നതകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ പരസ്പരം സ്നേഹിക്കുവാനും കീഴടങ്ങുവാനും മനസ്സിലാക്കുവാനും ദൈവമേ അവിടെ നിന്ന് അവരെ സഹായിക്കണമേ. അതിന് വിരോധമായി വരുന്ന എല്ലാ ദുഷ്ടൻ്റെ ദൈവമേ അവൻ്റെ തന്ത്രങ്ങളുടെ മേൽ യേശുവിൻ നാമത്തിൽ കർത്താവെ ഒരു ജയം ഇവരിൽ വരട്ടെ.
ദൈവമേ സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് പകൽക്കാലവും കർത്താവ് ദൈവം ഇവരെ അനുഗ്രഹിക്കണമേ അപ്പാ. ദൈവമേ എല്ലാ ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ. വർദ്ധിപ്പിക്കുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം, വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവം. ഹല്ലേലൂയ കർത്താവേ, ഇവരുടെ അല്പമായിരിക്കുന്ന നന്മകളെ അവിടെ നിന്ന് വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉപജീവന മാർഗങ്ങളിൽ വർധന ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഇവരെ അറിയാതെ ഇവരുടെ ദൈവമേ ഭൂമിയിൽ നിന്ന് ഇവർക്ക് സമ്പത്തുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തികൾ ഇവരെ സഹായിക്കട്ടെ. അപ്പോൾ ഇന്ന് പകൽക്കാലം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യവും വിടുതലും അവരിലേക്ക് കടന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ കർത്താവേ ദൈവമേ വേദനകൾ മറയട്ടെ, ഉറക്കമില്ലാത്ത അവസ്ഥകൾ മറയട്ടെ. ദൈവമേ കിഡ്നി സ്റ്റോണുകൾ, യൂറിൻ ബ്ലാഡറിൻ്റെ കംപ്ലൈൻറ്റുകൾ, യൂറിനറി ഇൻഫെക്ഷനുകൾ യേശുവിൻ നാമത്തിൽ മറയുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ചൂട് വർദ്ധിക്കുമ്പോൾ ശരീരം ദൈവമേ അതിനാൽ കർത്താവേ ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ, ദൈവമേ ശാരീരിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതിൽ നിന്നെല്ലാം ദൈവമേ ജനത്തെ അങ്ങ് വിടുവിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അടന്ന് ശ്രദ്ധ വച്ച് കേൾക്കുന്നതിനായി നന്ദി. സമാധാനത്തിൻ്റെ ദൈവം സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഇന്ന് പകൽക്കാലവും ഈ ഭവനങ്ങളിൽ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 2 സഹോദരിമാർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സംഭാഷണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അത് മറ്റാരുമല്ല, കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ അമ്മയായ മറിയയും സ്നാപക യോഹന്നാൻ്റെ അമ്മയായിരുന്ന എലിസബത്തും തമ്മിൽ എഫ്രൈം മലനാട്ടിൽ വച്ച് കണ്ടുമുട്ടുകയാണ്. കാരണം ഇവരെ തമ്മിൽ യോജിപ്പിച്ചത് മനുഷ്യരല്ല, ദൈവത്തിൻ്റെ ദൂതനായിരുന്നു ഇവരെ തമ്മിൽ യോജിപ്പിക്കുവാൻ കാരണമായത്. കാരണം ദൂതനാണ് മറിയയോട് പറഞ്ഞത്, നിന്റെ ചാർച്ചക്കാരിയായിരിക്കുന്ന എലിസബത്ത് ഒരു കുഞ്ഞിനെ ഗർഭം നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ജന്മം നൽകുവാൻ പോകുന്നു, അവൾ എഫ്രൈം മലനാട്ടിൽ ഒളിച്ചു പാർക്കുന്നു എന്ന്. ആ സമയം പരിശുദ്ധാത്മാവിനാൽ മറിയ കർത്താവായിരിക്കുന്ന യേശുവിനെ ഉദരത്തിൽ വഹിക്കുന്ന സമയം മറിയ ആ എഫ്രൈം മലനാട്ടിലേക്ക് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് യാത്രാ സൗകര്യങ്ങളില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഓടിപ്പോയി, ദൂതൻ അറിയിച്ചത് കൊണ്ട് ഓടിപ്പോയി അവളെ കാണുമ്പോൾ അവർ തമ്മിൽ കാണുന്ന സമയം പരിശുദ്ധാത്മാവിൽ ആ എലിസബത്തിൻ്റെ ഉദരത്തിലായിരുന്ന കുഞ്ഞ് തുള്ളുകയും ഇവർ തമ്മിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സംഭാഷണം ആ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. മറിയ പറയുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും, ശക്തനായിരിക്കുന്നവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ മറിയയ്ക്ക്, അവളൊരു കന്യകയായ സ്ത്രീയായിരുന്നു, വളരെ പ്രായത്തിൽ കുറഞ്ഞവളായിരുന്നു, ലോകപരിചയമില്ലാത്ത, മറ്റ് യാതൊരുവിധ യോഗ്യതകളോ പറയത്തക്ക വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത വളരെ എളിയവളായ ഒരു ചെറിയ സ്ഥലത്ത് ജീവിക്കുന്ന ഒരു മകളായിരുന്നിട്ടും മറിയയ്ക്ക് ആ ബോധ്യമുണ്ടായിരുന്നു, എനിക്കെന്താണ് സംഭവിച്ചത്, സ്വർഗം എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ എന്നെ എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്നൊരു ബോധ്യം ആ മറിയത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ പറയുന്നു, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. എന്തായിരുന്നു? കർത്താവായിരിക്കുന്ന രക്ഷിതാവിനെ, അല്ലെങ്കിൽ ലോകരക്ഷിതാവായിരിക്കുന്ന കർത്താവിനെ തൻ്റെ ശരീരത്തിൽ വഹിക്കുവാൻ ദൈവം അവളെ തെരഞ്ഞെടുത്തു എന്നാണ് ആ വാക്യത്തിൽ കൂടി പറയുന്നത്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ലോകത്തിൽ കോടാനുകോടി മനുഷ്യരുള്ളപ്പോൾ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ ജനിക്കുവാനായി, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനായി ദൈവം നിങ്ങളെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. അത് വലിയൊരു ഭാഗ്യ പദവിയാണ്. നാം അറിയാതെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളത്, നാം ആഗ്രഹിക്കാതെ നമുക്ക് അതിന് യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് കർത്താവായിരിക്കുന്ന യേശുവിനെ രക്ഷിതാവായി ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു വലിയ ഭാഗ്യ പദവിയാണ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് എടുത്തു പറയത്തക്കതായി ഒരു കുടുംബമോ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യതയോ മറ്റ് ഒന്നും, സമ്പത്തോ ഈ ലോകപരമായിരിക്കുന്നതൊന്നും ഇല്ല എങ്കിലും കർത്താവായിരിക്കുന്ന യേശുവിനെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്നിരിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ, നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയുക. ദൈവം നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നത് യേശുവിനെ രക്ഷിതാവായി കിട്ടി എന്നത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി ദൈവം ചെയ്തു തന്നിരിക്കുന്ന ഉപകാരങ്ങൾ പലതും നമുക്കില്ല എന്ന് തോന്നിയാൽ തിരിഞ്ഞു നോക്കിയാൽ എന്തെല്ലാം വലിയ സാക്ഷ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് പറയുക. ശക്തനായിരിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന നന്മകളെ നിങ്ങൾ ഘോഷിക്കുക. അങ്ങനെ ദൈവസന്നിധിയിൽ നിങ്ങളും ഭാഗ്യ പദവിയിൽ എത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് പകൽക്കാലവും സഹായിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലും എന്താണോ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് അതിൻ്റെ മേൽ അത്യുന്നതൻ്റെ ശക്തി നിഴലിടുകയും നിങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.
ആമേൻ.